എന്തൊക്കെയായി സുഖമാണോ എല്ലാവരും? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ, വീടൊക്കെ മാറണായാലോ, റൂം മാറണായാലും പറഞ്ഞില്ലായിരുന്നോ? റൂമൊക്കെ മാറി, മുഞ്ചി തെറ്റി, അതുകൊണ്ട് തിരിച്ച് പഴയ റൂമിൽ തന്നെ മാറി നമ്മൾ. റൂം മാറിയ കഥ പറയാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടേക്കാന്ന് ഓർത്തതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം റൂം മാറി കഴിഞ്ഞപ്പോൾ മാറിയതൊരു ചെറിയ മുറിയിട്ടാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ചെറിയ മുറിയിട്ടാണ് മാറുന്നത്. അപ്പം മുറിയിട്ട് മാറിയപ്പോൾ തൊട്ട് എൻ്റെ വൈഫ് പ്രിയയ്ക്ക് ഭയങ്കര നെഗറ്റീവ് വൈബ് അടിക്കുക. അപ്പോൾ 2 ദിവസമായിട്ട് പറയാൻ എൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, അവരുടെ അടുത്ത് ഓണറിൻ്റെ അടുത്ത് ചോദിക്കാം, നമുക്ക് മാറിയാലോ അപ്പുറത്തെ മുറിയിട്ട് തന്നെ മാറാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് വന്ന് കുറച്ച് നാളായതുകൊണ്ട് നാട്ടിലൊരു സുഖമുണ്ടോ, നമ്മൾ ആണുങ്ങൾ പറഞ്ഞതാണ്, പിന്നെ എൻ്റെ അത് മാറ്റി പറയാനൊന്നും പറ്റില്ല എന്നുള്ളൊരു സ്കീമുണ്ടല്ലോ, ആ സ്കീം എനിക്ക് അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ന് ഉച്ചയായപ്പോൾ പ്രിയ എൻ്റെ അടുത്ത് പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ പ്രിയ അടുത്ത് പറഞ്ഞൊരു കാര്യം, നീ ചോദിക്കും, ഞാൻ ചോദിക്കണില്ല, എനിക്ക് പറ്റില്ല, ഞാൻ ചോദിക്കില്ല, എനിക്ക് ബുദ്ധിമുട്ടോ ചോദിക്കാനായിട്ട്. നമ്മളൊന്ന് പറഞ്ഞു, പിന്നെ വേമാരം, അപ്പോൾ പിന്നെ മാറ്റി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ പ്രിയ അത് കേട്ടില്ല. പ്രിയ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ ചോദിച്ചോളാം എന്നുണ്ട്. പ്രിയ ചോദിച്ചു, പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല, അപ്പോഴത്തേക്ക് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മളെന്തെങ്കിലും ചെയ്യും, നമ്മളെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. അപ്പോൾ നമ്മുടെ വൈഫ് അല്ലെങ്കിൽ പാർട്ണർ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ശരിയല്ല, നമുക്ക് ഇതുപോലെ ചെയ്യാമെന്ന് പറയുമ്പോൾ ആണെന്നുള്ള രീതിയിൽ ചില സമയത്ത് നമുക്ക് അത് ശരിയാവില്ല, അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു റോങ് അടിക്കും, നമുക്ക് റോങ് അടിക്കും, അവർക്ക് അടിക്കില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ചെറിയൊരു നാണക്കേടൊക്കെ വിചാരിച്ച് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നണ കൂടുതലും നമുക്ക് ആണുങ്ങൾക്ക് ഒക്കെ ചിലപ്പോൾ അങ്ങനെ ഫീലിങ്സ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. നമ്മളൊരു തീരുമാനം എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഇമോഷൻസിൻ്റെ ഒക്കെ പുറത്തായിരിക്കും തീരുമാനം എടുത്ത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ ശരിയാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈഫ് അല്ലെങ്കിൽ ആരെങ്കിലും പെണ്ണുങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിന് അടിപൊളിയാണ്. അവർ കുറച്ചും കൂടി നന്നായിട്ട് ഡിസിഷനൊക്കെ എടുക്കാൻ നല്ലതാണ്. അവർ കൂടുതൽ ഇമോഷണലായിട്ട് അവർ ഡിസിഷൻ എടുക്കില്ല. അവർ കുറച്ചും കൂടി ഇന്ന് ആലോചിച്ചിട്ടാണ് അവരെടുക്കുകയുള്ളൂ. നമ്മളങ്ങനെയല്ല. ആണുങ്ങൾ കുറച്ചും കൂടി ഇമോഷണലായിട്ട് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡിസിഷൻ എടുക്കുള്ളൂ. എപ്പോഴും അല്ല, ചില സമയത്ത് തീരുമാനം എടുക്കുമ്പോൾ നമുക്കൊരു നാണക്കേട് തോന്നും, നമ്മൾ പറഞ്ഞ വാക്കിന് വിലയില്ലോ എന്ന് തോന്നും, നമ്മളാണല്ലോ തീരുമാനം എടുക്കേണ്ടതെന്ന് ഓർത്തിട്ടുള്ള അങ്ങനെ ഓരോ കുറേ കാര്യങ്ങൾ നമ്മൾ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളൊരാണുങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നിയത് വൈഫുമാർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരങ്ങനെയല്ല തീരുമാനം. നമ്മൾ ഒരു ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിന് ബെറ്റർ ആയിട്ട് ഉള്ള എന്താണോ ഇതിന്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലിയാണ്, നമ്മളൊരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് വരുന്ന കാര്യങ്ങളാണ് അവരാലോചിച്ചിട്ട് അവരങ്ങനെ തീരുമാനം എടുക്കുള്ളൂ എന്ന് എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ട്. പ്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്കിപ്പോൾ വൈഫുമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഇത്ര ഇമോഷണലായിട്ട് ഡിസിഷൻ എടുക്കില്ല. നമുക്ക് എന്താണ് നല്ലത് എന്നുള്ള കാര്യം ശരിക്കും മനസ്സിലാക്കിയിട്ട് അവരെടുക്കുള്ളൂ. ഇന്ന് ഏതായാലും എനിക്ക് ഇങ്ങനെ ഉച്ചയായപ്പോൾ തൊട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ സംസാരിച്ചു. അപ്പോൾ അവർ കൂടി പറഞ്ഞു തിരിച്ച് കൂടി മാറിക്കോണം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, എപ്പോഴും വൈഫുമാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവർക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. ആ അഭിപ്രായമായിരിക്കും മിക്ക സമയത്തും ശരിയാവണ അഭിപ്രായം. ഇപ്പം ഏതായാലും അങ്ങനെ പ്രിയ ചോദിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് റൂമിട്ട് മാറാൻ പറ്റി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇമോഷണലായിട്ട് തീരുമാനം എടുക്കുന്ന എത്ര ആണുങ്ങളുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് എൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്.